അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ ചാടിച്ചിട്ട് നിർത്തിയാൽ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓട്ട വണ്ടി എനിക്ക് നന്നായിട്ട് വണ്ടി ഓട്ടുന്ന അറിയാമെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നീ ഓടിച്ചൊന്നും പറഞ്ഞിട്ട് ഇതങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ റൈറ്റ് എടുത്ത് തോന്നി. ഓട്ടോറിക്ഷക്കാരനെ കണ്ടതിന് ശേഷം ആ സൈഡിൽ കൂടി കെട്ട് തട്ടാതെ പോകുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ കണ്ണും പൂട്ടിയിരുന്നതാണ്. അങ്ങനെല്ലാം കൂടി മക്കളെ നമ്മളെ റോട്ടുമേൽ നിറച്ച് വെള്ളമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് വേഗം എത്തേണ്ട അടുത്തില്ലെങ്കിൽ എത്തിക്കുക, എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അവിടെ എത്തിയിട്ട് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വണ്ടി അടങ്ങി നിർത്തിയിട്ട് ഇത് വലിയ വളവാന്ന് പറഞ്ഞിട്ടോ ആ ബൈക്കുകാരൻ ഞങ്ങളെ തട്ടാണ്ട് പോയത് എന്തോ ഒരു ഭാഗ്യത്തിന്. അതൊരു പെൺകുട്ടിയാണ് വണ്ടി ഓട്ടുന്നതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി റോഡ് നിറച്ച് വെള്ളമെന്ന് പറഞ്ഞിട്ട് വലിയ കുലുമാല തന്നെ. ഞാൻ പറഞ്ഞു മഴ പെയ്താൽ പിന്നെ വെള്ളം പിന്നെ ഏടത്തേക്ക് വെക്കണോ ആകാശത്തിലേക്ക് പോയിക്കണോ റോട്ടുമ്പോൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ഇന്നും മിണ്ടാണ്ടിരിക്കി, വണ്ടി ഓട്ടുന്നവരെ എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ എന്ന്. ഞാൻ അന്നേരം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഒന്നും ഞാൻ തെറ്റിക്കാനില്ല, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കാണ് നേരെ പോട്ടോ. ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞതിനെ കൊണ്ട് ഓൾ പറഞ്ഞു വെച്ചുകൊണ്ട് മുടി നന്നായിട്ട് ഊരുന്നുണ്ട്, അതുകൊണ്ട് പറ്റൂലാന്ന്. അങ്ങനെ ഈ റോട്ടും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ ഇവിടെ ഒരു കുണ്ടുണ്ടായിരുന്നു, ആ കുണ്ടിലേക്ക് വണ്ടി ഇങ്ങനെ ഇറങ്ങിയ പാടൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് റോഡ് നിറച്ച് കുണ്ടാണല്ലോ, ഇതെന്ത് റോഡായത് എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് റോട്ടിൽ പിന്നെ കുണ്ടില്ലാണ്ട് പിന്നെ എന്താ ഉണ്ടാകുക എന്ന്, വെള്ളം നിറച്ചുള്ള റോഡ്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഇനി നീ വണ്ടി വിട്ട് നിൽക്കണ്ട മോളെ, ഞാൻ തന്നെ അങ്ങ് ഓടിച്ചോളൂ എന്ന്. അങ്ങനെയെല്ലാം കൂടി ഞാൻ എന്താക്കി ആ വണ്ടി എടുത്ത് വണ്ടി വന്ന് നന്നായിട്ട് ചിരിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുന്നേരം അതും ചിരിച്ചിട്ട് വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകട്ടോ. പോകുന്ന സമയത്ത് എന്ന് വെച്ചുകൊണ്ട് വഴി തെറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴി തെറ്റി അവൾക്ക്. എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് പറയുന്നില്ല. ഞാളിങ്ങനെ നല്ല മഴ ഇങ്ങനെ പെയ്യലും തുടങ്ങിയിട്ടോ. മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി നോക്കുന്നേരം എൻ്റെ മക്കളെ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലേക്ക് വെള്ളമായതിനെ കൊണ്ടാണ് ഈ ഒരു കളറായെന്ന് ഞാൻ അമ്മൂൻ്റെയോട് പറഞ്ഞപ്പോൾ അമ്മേൻ്റെയോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാണ്ട് നല്ല അടിപൊളി സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നതെന്ന്. കുറേ ആൾക്കാർ കുടയും ചൂടി നിൽക്കുന്നുണ്ട്, ഓട്ടോറിക്ഷൻ്റെ മറ്റേ കർട്ടനൊക്കെ താഴ്ത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്പോട്ട് നിങ്ങൾ കണ്ടോ, നല്ല അടിപൊളി വയലും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് വേറെ ഇടയിൽ നമ്മളെ മുജുകുന്ന് നമ്മളെ ഏരിയ തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വിചാരിച്ച് നോക്കുന്നേരം ഇന്ന് ഫുള്ള് ഇവിടെ ചിലവാന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല അടിപൊളി ഷവർമ ഒക്കെ അങ്ങ് വാങ്ങി തന്ന്, എനിക്ക് റോളും ഒക്കെ പ്ലേറ്റും, അങ്ങനെ 2 ഗ്ലാസ് വെള്ളവും തന്നിക്ക്. അത് നന്നായിട്ട് ഞാൻ കഴിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.